Hello everyone, welcome back to 16 Days English Challenge. So, കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക്ഷീറ്റിന്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് 1 റൈറ്റ് പ്ലൂറൽ. ബുക്കിന്റെ പ്ലൂറൽ എന്താണ്? ഇറ്റ് ഇസ് ബുക്സ്. ബോക്സിന്റെ പ്ലൂറൽ എന്താണ്? ബോക്സസ്. ബസ്സിന്റെ പ്ലൂറൽ ബസ്സസ്. പെന്നിന്റെ പ്ലൂറൽ പെൻസ്. പാർട്ട് 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 2 ബുക്സ് എന്നാണ് പറയുക അല്ലേ? 3 പെൻസ്. 4 ബോക്സസ്. ഓക്കെ, പാർട്ട് 3 സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. ആൻഡ് പാർട്ട് 4 റൈറ്റ് 4 പ്ലൂറൽസ് ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, റൈറ്റ് 5 പ്ലൂറൽ വേർഡ്സ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺസ്. സോ എന്താണ് പ്രൊനൗൺസ്? നൗണിന് പകരം വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അതായത് രാഹുൽ, രാഹുലിന് പകരം നമ്മൾ ഹി എന്ന് യൂസ് ചെയ്യുന്നു. അനുവിന് പകരം നമ്മൾ ഷീ എന്ന് യൂസ് ചെയ്യുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് നെയിം നമുക്ക് ഹി ഓർ ഷീ യൂസ് ചെയ്യാം. മെയിലിന് നമ്മൾ ഹി എന്നും ഫീമെയിലിന് നമ്മൾ ഷീ എന്നും പറയുന്നു. ഇനി മോർ പീപ്പിൾ, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുക? ദേ എന്ന് പറയുന്നു. ഹി മീൻസ് അവൻ, ഷീ മീൻസ് അവൾ, ദേ മീൻസ് അവർ. അപ്പോ ഒരു എക്സാമ്പിൾ നോക്കിയാലോ? രാഹുൽ ഈസ് എ ബോയ്. സോ രാഹുൽ ഈസ് എ ബോയ് എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക? ഹി ഈസ് എ ബോയ്. അനു ഈസ് എ ഗേൾ, എന്താണ് പറയുക? ഷീ ഈസ് എ ഗേൾ. സോ റിപ്പീറ്റ് വിത്ത് മീ. ഹി ഈസ് മൈ ഫ്രണ്ട്, ഷീ ഈസ് മൈ സിസ്റ്റർ, ദേ ആർ സ്റ്റുഡൻസ്. ഓക്കെ, സോ രാജു ഈസ് എ ബോയ് എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക? ഹി ഈസ് എ ബോയ്. മീന ഈസ് എ ഗേൾ, എന്താണ് നമ്മൾ പറയുക? ഷീ ഇസ് എ ഗേൾ. സോ നമ്മൾ ആ നൗണിന് പകരം നമ്മൾ അവിടെ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ വർക്ക്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ റിവിഷൻ ഡേ ആണ്. സോ കീപ് പ്രാക്ടീസിങ് ആൻഡ് താങ്ക് യു.